बहुत से लोगों ने कल्पना भी नहीं की होगी कि 1996 में तिरुवनंतपुरम शहर के कवड़ियार में एक किराए की इमारत में सिर्फ 9 लड़कों के साथ एक अनाथालय शुरू हुआ और कुछ ही वर्षों में ये एक बड़े सेवा आंदोलन में बदल जाएगा। आज श्री सत्य साई अनाथालय ट्रस्ट एक बीज के उगे बरगद की तरह राज्य का सबसे बड़ा स्वैच्छिक संगठन बन गया है। 124 संगठन, 200 से अधिक परियोजनाएं, 464 वेतनभोगी कर्मचारी, लेकिन वो विकास सुचारू नहीं रहा है। इसके पीछे की तकलीफ और मेहनत आसान नहीं थी। 2400 റബ്ബർ മരങ്ങളും കുറച്ച് തെരുവുനായ്കളും മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു സ്വപ്നം പോലെ എല്ലാം കടന്നുപോയി. വളരെ ത്യാഗോജ്വലമായിട്ടുള്ള, പല ദിവസവും ഉറക്കം വരൂല. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമുക്കിതിന് ലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും ബാങ്ക് ലോൺ എടുത്തിരുന്ന കാലത്ത് ഇവിടെ നിർമ്മാണം നടക്കണം. ഈ ആളുകളെ, ഞങ്ങളുടെ കുട്ടികളെ, അമ്മൂമ്മമാരെ ഇവിടെ കൊണ്ട് പാർപ്പിക്കണം. അവരുടെ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങൾ നോക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരുടെ ചികിത്സ നോക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് ബാങ്ക് ലോണും അടയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് ലോൺ മുടങ്ങും. നമുക്ക് പണം വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ മുടങ്ങും. അങ്ങനെ 4 തവണ ബാങ്ക് കാര്യത്തിൽ ജപ്തി ചെയ്യാൻ വന്ന കഥ പോലും ഞാൻ ഓർക്കുകയാണ്. 27 वर्षों की सेवा यात्रा बताती है कि समर्पण बुद्धि और सहानुभूति किसी भी बड़े संकट और परीक्षण से उत्तरजीवित कर सकता है। സായി ഗ്രാമം തികച്ചും അസാധാരണമായ ഒരു സാമൂഹ്യ സേവന കേന്ദ്രമാണ്. അതിന് കാരണം ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യനാണ്, ശ്രീ ആനന്ദകുമാർ. അദ്ദേഹം 4 നൂറ്റാണ്ടിന് അതിൽ കൂടുതലായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിരന്തരമായിട്ട് രാപകലുകൾ ചെലവഴിച്ച് പൂർണ്ണമായി അർപ്പണം ചെയ്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സായി ഗ്രാമം. ഞാനിത് പറയാൻ കാരണം, ചെറിയ ഇടവേളകളിൽ, ഏതാണ്ട് സ്ഥിരമെന്ന് പറയാൻ, ഞാനിവിടെ ഒരു സന്ദർശകനാണ്, പല റോളുകളിൽ. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു തികച്ചും ഊഷരമായി കിടന്ന ഒരു സ്ഥലം, നേരെയൊക്കെയുള്ള സസ്യ പ്രകൃതി ഒന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ഇതിനെ ഈ 4 നൂറ്റാണ്ടിൽ ഏറെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇതിനെ സസ്യശ്യാമളമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റി. എന്നിട്ട് ഇവിടെ നടക്കുന്ന നിർമ്മാണപരമായ കാര്യങ്ങൾ, ഓരോ കെട്ടിടങ്ങൾ, അതൊക്കെ ചെയ്തിട്ടുള്ളത് പോലും കൃത്യമായും പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോകത്തക്ക രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. KN आनंद कुमार एक अच्छी तरह से संचालित निर्यात फर्म के मालिक थे। निकट और प्रियजन उस नव युवक को हतप्रभ होकर देख रहे थे, जिसने स्वेच्छा से अपना समृद्ध जीवन छोड़कर प्रेम और सेवा का कठिन मार्ग चुना। कुछ ने सहानुभूति व्यक्त की, कुछ ने उपदेश दिए। മാനവസേവ മാധവസേവ എന്ന് പറയുകയും ഈശ്വര സങ്കല്പം മാധവ സങ്കല്പത്തിൽ ഒതുക്കാതെ സാർവത്രികമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത സ്നേഹദൂതനും സ്നേഹപ്രവാചകനും സ്നേഹഗായകനുമായിരുന്നു സായിബാബ. ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനന്ദകുമാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. लेकिन आंतरिक आदेश का पालन करने वाले युवक का दृढ़ संकल्प अटल था।
ട്രസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ ആദ്യം പോയത് പുട്ടപർത്തിക്കാണ്. ഭഗവാനെ കണ്ടു, നമ്മളുടെ ട്രസ്റ്റ് ഡീഡ് ഭഗവാനെ കൊണ്ട് ബ്ലെസ് ചെയ്യിച്ചു. ഈ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡോക്ടർ സുഭദ്ര നായരാണ് ആദ്യത്തെ 25,000 രൂപ ഒരു കോൺട്രിബ്യൂഷനായിട്ട് പുട്ടപർത്തിയുള്ള ഗണപതി ഭഗവാന്റെ നടയിൽ വെച്ച് സംഭാവന ആദ്യം തരുന്നത് ഡോക്ടർ സുഭദ്ര നായരാണ്. उन्हें स्पष्ट विश्वास था कि जीवन में उनका दायित्व अशरण को शरण, भूखे को खाना, बेघरों को घर और रास्ता विहीन को रास्ता उपलब्ध कराना है। 1996 में लिया गया ये निर्णय बहुत पहले मन में बोए गए एक बीज का स्वाभाविक अंकुरण था। 9 साल की आयु में जब वे अपनी मां के साथ मद्रास में भगवान श्री सत्य साई बाबा से मिले तो इसकी एक झलक उनके अवचेतन मन में आ गई। भगवान श्री सत्य साई बाबा का महावाक्य कि मनुष्य की सेवा करना भगवान की सेवा करना है, यही वाक्य उस लड़के के मन पर अवर्णनीय शक्ति से प्रहार किया। ഭഗവാൻ പറയുമല്ലോ, ഒരു പടി നിങ്ങൾ വയ്ക്കൂ, 100 പടി ഞാൻ ഇങ്ങോട്ട് വയ്ക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പടി വളരെ കഠിനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതാണ് ആ ഒരു പടി എന്നുള്ളത്. किराए की इमारत में शुरू हुआ अनाथालय जल्द ही ज्यादा बच्चों से भर गया। बढ़ती मांग को पूरा करने के लिए खुद की जमीन और भवन जरूरी हो गए। हालांकि तोन्नकल के पास एक सुंदर और शांतिपूर्ण घाटी मिली, हालांकि वो जमीन हासिल करना उतना आसान नहीं था। ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ നല്ല ഒരു സുഹൃത്തായ സായി ഭക്തനായ സുനിൽ ഗവാസ്കർ ഇതിന് തറക്കല്ലിടാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ സുനിൽ ഗവാസ്കർ പെട്ടെന്ന് പലതവണ ഇങ്ങനെ ബന്ധപ്പെട്ടു. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് ഡേറ്റ് തന്നു. ആ ഡേറ്റ് തന്നപ്പോൾ 2-3 പ്രത്യേകതയുള്ളത് 27 വർഷങ്ങൾക്ക് ശേഷം സുനിൽ ഗവാസ്കർ കേരളത്തിൽ വരണം ആദ്യമായിട്ടാണ്. പിന്നെ അപ്പം നമ്മൾ ഏകദേശം അദ്ദേഹം വരുമ്പോഴുള്ള ഒരു ക്രൗഡിനെ കുറിച്ചൊക്കെ കണക്ക് കൂട്ടി. അപ്പോൾ എന്താണെങ്കിലും ഒരു പന്തലിടണം. അങ്ങനെ ജബ്ബാർ സാഹിബ് എന്ന് പറഞ്ഞ് ഈ മുസ്ലിം ഫാമിലി പ്രോപ്പർട്ടിയുടെ തലവൻ ജബ്ബാർ സാഹിബിനെ ഞാൻ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുനിൽ ഗവാസ്കർ വരുന്നു, നമ്മളൊരു 15,000 ആളുകൾ വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, അപ്പോൾ നമുക്കൊരു പന്തലിടണം, 24 മണിക്കൂർ കഴിയുമ്പോൾ അത് അഴിച്ചു മാറ്റാം. അപ്പോൾ ജബ്ബാർ സാഹിബ് ചായയെല്ലാം തന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, സാറ് സായിഗ്രാം ഉണ്ടാക്കും, യാതൊരു സംശയമില്ല. 4 തവണ കൊടുത്ത എഗ്രിമെൻ്റ് തെറ്റി. എൻ്റെ സഹോദരിയുണ്ട്, സഹോദരന്മാരുണ്ട്. സാറ് പറയുന്ന അവർ കേൾക്കില്ല, ഞാൻ കേൾക്കും. എൻ്റെ പ്രോപ്പർട്ടിയിലല്ല സാറിപ്പോൾ പന്തലിടാൻ ഉദ്ദേശിക്കുന്നത്, അത് കാരണം ഒരു കാരണവശാലും ഇത് നടക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം ചായയെല്ലാം തന്ന് ഞാൻ അവിടെ നിന്ന് ചമ്മി ഇറങ്ങി. അവസാനം നമ്മൾ 2 ഏക്കർ സ്ഥലം റോഡിന് വേണ്ടി മേടിച്ചു. ആ പെരുവഴിയിലാണ് തറക്കല്ലിട്ടത്. 22 मई 2005 को जब सुनील गावस्कर ने साईग्राम की आधारशिला रखी, तब भी खतरे और अनिश्चितताएं पूरी तरह खत्म नहीं हुई थीं। भगवान की दया साईग्राम को सही रास्ते पर ले जा रही थी। साईग्राम आस्था देने वाले साहसिकता के साथ एक सच्चाई बन गई। ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നില സത്യസായി ട്രസ്റ്റിന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് നല്ലൊരു കാര്യമാണ്. നൽകുന്ന സേവനത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ ആധ്യാത്മിക രംഗത്തുള്ളവർ തന്നെ പലരും മെനക്കെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യാഷ് കൗണ്ടർ ഇല്ലാതെയാണ് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാതൃകാപരമായ ഒന്നാണ്. ആ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്.
शांति, पवित्रता और दिव्यता से जगमगाते साईग्राम में जीवन, सेवा और प्रेम के साथ लगातार बढ़ रहा है। ഇതൊരിക്കലും ഒരു നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനവ ബോധത്തെ ആഹ്ലാദിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അല്ലാതെ പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മൂലധനത്തെ ആശ്രയിക്കാനുള്ള ഒരു കുറുക്കു വഴി എന്നുള്ള നിലയ്ക്കോ അങ്ങനെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ കഴിയുന്ന വളരെ വലിയ ഒരു ആത്മാനുഷ്ഠാനത്തിൻ്റെ, അതാണ് പറയേണ്ടത്, ഒരു തപസ് പോലെ ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം, മുതിർന്നവരുടെ സംരക്ഷണം, അവരുടെ ആരോഗ്യം, പ്രകൃതി സ്നേഹപരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ പുതിയ സുരഭിലമായ ചരിത്രം സായിഗ്രാമം വഴി ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. आज साईग्राम एक स्वावलंबी आश्रय स्थल है। साईग्राम महात्मा गांधी की पूर्ण स्वराज की अवधारणा का एक अनुप्रयोग है। आवश्यक बिजली सौर ऊर्जा से उत्पन्न होती है। आवश्यकतानुसार दूध यहीं की गौशाला से प्राप्त होता है। जैविक कचरा वनस्पति उद्यान के लिए उर्वरक बन जाता है। जल को शुद्ध एवं पुनर्चक्रित किया जाता है। इसके भीतर ही ठोस अपशिष्ट का निपटान किया जाता है। Is really heartwarming because it signifies dedication, discipline, determination on the part of Anand Kumar ji and his entire team, and I think that is what we should also look for in life. I've always believed that in life the 3 Ds are most important. One is determination, one is dedication, and one is discipline. साईग्राम कई महिलाओं, पुरुषों और बच्चों का घर है जो जीवन में अकेले रह गए हैं। कल्याणी गंगा मानसे कारुण्य कारुण्यमे कारुण्यं कारुण्यं कारुण्यमे It's a beautiful place like Gurukulam, the old style Gurukulam. And when we say old style Gurukulam, it means they were the sacred places of learning, education. But these were the places where the richest of the rich and the poorest of the poor could stay together, would have to live together, would have to learn together. But now as the divisions begin, then everything is divided, including education systems. उनके भोजन और आश्रय के अलावा बच्चों के लिए व्यावसायिक प्रशिक्षण और स्कूली शिक्षा, अस्पताल सेवाएं और वृद्ध देखभाल सुविधाएं, प्रार्थना घर और पुस्तकालय भी यहाँ उपलब्ध है। തുടക്കകാലം മുതൽ തന്നെ ഞാൻ ഇവിടെ പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പുതുതായി ആരംഭിക്കുമ്പോഴെല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, മറ്റേത് ഈ ഇത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുമൊക്കെ കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അല്ലാതെ ഒരുപാട് തടസ്സങ്ങൾ, പല കാര്യങ്ങൾ, പല പ്രശ്നങ്ങൾ, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഇത്ര വലിയ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ സായികുമാറിൻ്റെ പങ്ക്, ആനന്ദകുമാറിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്.
അത് എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. कई बच्चे जो अपने जीवन के सबसे कड़वे पड़ाव से जूझते हुए साईग्राम आए थे, वे यहीं से अपनी रुचि के क्षेत्र में आगे की शिक्षा प्राप्त कर स्वतंत्र एवं सुखी जीवन जी रहे हैं. आज डॉक्टर, शिक्षक, कार्यालय कर्मचारी और कलाकार हैं जो साईग्राम का गौरव हैं. साईग्राम की सफलता उनके माता, पिता और रिश्तेदार होना है. കിട്ടാൻ വേണ്ടിയല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക, അത് നടത്തിക്കൊണ്ട് പോവുക, അതിലെ ആനന്ദം കണ്ടെത്തുക, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇവർ ഗവൺമെൻറ്റിന് പോലും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഈ സേവനമോ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ ഈ നാട്ടിൽ ഇങ്ങനൊരു വലിയ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ഈശ്വരാധീനമാണ്. ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന അനന്തകുമാറിനെ പോലെയുള്ള മഹാന്മാർ ചെയ്യുന്ന വലിയ കൃത്യം. श्री सत्य साई आर्ट्स एवं साइंस कॉलेज साईग्राम कैंपस में उत्कृष्ट सुविधाओं के साथ कार्य कर रहा है. केरल विश्वविद्यालय से संबद्ध यही एडेड कॉलेज स्नातक और स्नातकोत्तर पाठ्यक्रम संचालित करते हैं. ये एकमात्र एडेड कॉलेज है जिसमें कोई प्रबंधन सीट नहीं है. ऐसा केवल इसलिए है क्योंकि ये कई शुभचिंतकों की उदारता है. ഞാൻ പഠിച്ചത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ശാന്തിനികേതനിലാണ്. അപ്പോൾ വന്ന് ഉടനെ തന്നെ എന്നെ റിമൈൻഡ് ചെയ്തത് ഒരു വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫീലിംഗ് ആണ്, ശാന്തിനികേതൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിലൊരു നല്ല യൂണിവേഴ്സിറ്റി, ഇപ്പം നേരത്തെ പറഞ്ഞ ശാന്തിനികേതൻ പോലുള്ള ഒരു സ്പേസായി മാറും. എൻ്റെ ചുമതല ഈ ലോകത്തിൽ മറ്റുള്ളവർ സന്തോഷമായി ജീവിക്കുന്നതിന് ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും. ഈ ഗ്രാമം അതാണ്. ഇന്ന് എൻ്റെ കാര്യം നിയോഗിക്കാൻ മറ്റവനെ ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് അന്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വ്യക്തികൾ അവരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു മറുമരുന്നാണ് സ്വാമിജി. ആ സ്വാമിജിയുടെ ആ വലിയ മരുന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മാനുഷ പിറവി നീ തന്നിടിലോ ഒരു ഹരിഭക്തനായി ഞാൻ തീർന്നിടേണം. നാരായണീയവും ജ്ഞാനപ്പാനയും ഉറച്ചെയ്തു വന്നോരു കവികുലത്തിൽ പരിശുദ്ധ ഭക്തനാം പൂന്താനം പോലൊരു പുനർജന്മമെങ്കിലും തന്നു. कि श्री सत्य साई अनाथालय ट्रस्ट केंद्र और राज्य सरकारों से सहायता प्राप्त किए बिना अपनी सेवा जारी रखने में सक्षम है. ട്രസ്റ്റിന് ഒരു ദിവസം 1 ലക്ഷം രൂപയാണ്. ഒരു ദിവസത്തെ ചെലവ് 1 ലക്ഷം രൂപയാണ്. അതായത് 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 3,60,00,000 രൂപ റിക്കറിങ് എക്സ്പെൻസാണ്. ഒരു ദിവസം 1 ലക്ഷം രൂപ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഭയങ്കരമായി ദുഃഖിക്കേണ്ടി വരികയോ ഒന്നും ചെയ്തില്ല. അത് ഈ എസ് പി ബാലസുബ്രഹ്മണ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട്, ഇറ്റ് ഈസ് കമ്മിങ്. അത് എന്താണ് അതിൻ്റെ സോഴ്സ് എന്നറിയില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ത്തൂല എന്നുള്ള, എങ്കിലും നമ്മൾ അവസാന സമയത്ത് ഈ പറഞ്ഞ പോലെ നാളെ നടത്തേണ്ട ചില കാര്യമായിരിക്കും. പക്ഷേ നാളെ നടത്തേണ്ടതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അത് ഒന്നല്ലെങ്കിൽ ആ കാര്യങ്ങൾ നീണ്ടുപോകും, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യത്തിനുള്ള പണം കിട്ടും. അങ്ങനെ എങ്ങനെയാണ് അത് നിർവചിക്കാൻ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നവർ പറയുന്നത് അത് പരിപൂർണമായിട്ടുള്ള ഒരു സറണ്ടറിങ് ആണ്, പരിപൂർണമായിട്ടുള്ള ഒരു അഭയം പ്രാപിച്ചിരിക്കുന്നതാണ്. നല്ല മനമുണ്ട്
ट्रस्ट ने स्वेच्छा से साईग्राम से आगे तक सेवा गतिविधियों की एक विस्तृत श्रृंखला शुरू की। साईग्राम ने स्वयं को कई सामाजिक विवाहों के गवाह बने। ट्रस्ट द्वारा ट्रांसजेंडर डांस अकादमी की अवधारणा को साकार किया गया है और आज ये 3 केंद्रों में कार्य कर रही है। नगर निगम के सहयोग से ट्रस्ट आटिंगल को रेबीज मुक्त क्षेत्र बनाने में सफल रहा। 15 वर्षों में जब से ट्रस्ट ने राजधानी को भिखारी मुक्त शहर बनाने के प्रयासों में तिरुवनंतपुरम नगर निगम के साथ भागीदारी की है। अट्टपाडी में आदिवासी बच्चों के लिए डीटीपी प्रशिक्षण ने कई युवाओं को नौकरी के लिए तैयार किया है। गांवों से चयनित आदिवासी परिवारों को कृषि का वैज्ञानिक प्रशिक्षण दिया गया। പുതിയ ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ ചേർന്നിരിക്കാൻ, കുടുംബമായിരിക്കാൻ കഴിയുന്ന ഒരനുഭവം ഈ സായിഗ്രാം നമ്മുടെ സമൂഹത്തിന് നൽകുകയാണ്. അത്യാർത്തിയുടെ ലോകത്ത് പങ്കുവച്ച് ജീവിക്കാൻ പാഠം നൽകുന്ന ഈ സായിഗ്രാം നമ്മുടെ സമൂഹത്തിന് വലിയ प्रतीक्षा നൽകുകയാണ്. कासरगोड जिले में एंडोसल्फान से पीड़ितों को घर बनाकर देने की जिम्मेदारी सरकार ने अनाथालय ट्रस्ट को सौंपी। 3 पंचायतों में 81 घर पूरा करना एक गौरवपूर्ण उपलब्धि है। एंडोसल्फान संकटग्रस्त भूमि एनमकंजे पंचायत के सभी परिवारों का व्यापक पुनर्वास अब ट्रस्ट कर रहा है। This Satya Sai Orphanage Trust, the doing great service to humanity, is something which is remarkable. Before the advent of modern state, society looks after itself. There was no, the society did not look at a state or any king or king were there to protect from anything which is from alien invasion and all. People look after themselves. Society looked after themselves. Unfortunately, with the advent of modern state, the role of society has been declining, decreasing. अनजाने में ही ट्रस्ट ने निशुल्क डायलिसिस की अवधारणा को क्रियान्वित करने में सफलता प्राप्त की। 18 साल पहले डॉक्टर एपीजे अब्दुल कलाम ने ट्रस्ट के नेतृत्व में कोच्चि में एक मुफ्त डायलिसिस केंद्र का उद्घाटन किया था। वर्तमान में ऐसे 14 केंद्र विभिन्न जिलों में कार्यरत हैं। अब तक 5 लाख से अधिक मरीजों को मुफ्त डायलिसिस उपलब्ध कराने का रिकॉर्ड कोई अन्य संस्था दावा नहीं कर सकती। ये कार्य संगठित विरोध के बावजूद चिकित्सा के क्षेत्र में समीकरण को फिर से लिखने में सक्षम था। നമ്മൾ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് ഡോക്ടർ എപിജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. വാടകയ്ക്ക് മെഷീൻ എടുത്തിട്ട് ആ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 10-200 മെഷീനായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ 10-20 പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തണയാണ്. ഗവൺമെൻറ് നടത്തേണ്ട ഡയാലിസിസ് സെൻ്ററുകൾ 7 ജില്ലയിൽ ഞങ്ങളാണ് നടത്തുന്നത്. അതിന് ശമ്പളം കൊടുക്കാൻ, ചില സ്ഥലത്ത് ശമ്പളം കൊടുക്കണം, ചില സ്ഥലത്ത് ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ വേറെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഡയാലിസിസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം ഇങ്ങോട്ട് വന്ന് നമുക്കൊന്നിച്ച് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാമെന്ന് പറയുന്നതാണ്. അതുപോലെ കാടാമ്പുഴ ദേവസ്വം 12 തവണയാണ് ഇവിടെ വന്നത് നമ്മുടെ അഡ്വൈസ് മേടിക്കാനും. ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ ചീഫ് അഡ്വൈസറായിട്ട് അവർ നിയമിച്ചു. ഒത്തിരി സമയം അതിനെക്കുറിച്ച് പഠിച്ചു. 6 കോടി രൂപയുടെ കെട്ടിടം പണിതു വരും. എന്നിട്ട് അതിഗംഭീരമായ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഐ എം വെരി ഹാപ്പി ദാറ്റ് ദി സത്യ സായി ഗ്രാം is thinking about value system. Value system very, very important, particularly for our country now, because the nation in need of value
I am very happy that value system, the light of value system, is going to from Satya Sai Gram, and I would like to congratulate the organizers of this value system seminar, and I greet all of you. ശ്രീ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കമൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു. പക്ഷെ ഇന്ന് ഇത് അനേകായിരം പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഗ്രാമം മാറ്റിയെങ്കിൽ അതിൻ്റെ പിന്നിൽ സത്യസായി ബാബ ഭഗവാന്റെ ആ അനുഗ്രഹവും ശ്രീ ആനന്ദകുമാറിൻ്റെ ആ ആത്മാർത്ഥമായ നേതൃത്വവുമാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. I am happy that Sai Gram, which has been inspired by such devotion towards human welfare, has served its way up to become the 4th largest voluntary organization in India in the last 26 years. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. श्री सत्य साई अनाथालय ट्रस्ट और साई ग्राम अपनी सेवा के 3 दशक पूरे करने पर गरीबी और दुख में बिताए कई लोगों के जीवन को एक आरामदायक स्पर्श प्रदान करने में सक्षम हुए हैं. നമ്മുടെ ആത്മീയ രംഗത്ത് മാത്രമല്ല, എന്താണ് സേവനം, എല്ലാവർക്കും സ്നേഹം, ആ എല്ലാവരുടെയും പുരോഗതി, ഈ ലക്ഷ്യത്തോടെ ഒരു പ്രസ്ഥാനത്തിന് അത് അതിൻ്റെ ആത്മീയ പന്ഥാവിലൂടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഒഴുകിയെത്തി സ്വയം എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സത്യസ്വരൂപനായി കണ്ടുകൊണ്ട് സർവേശ്വരനായി കണ്ടുകൊണ്ട് ഒരു ജനസഞ്ചയത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന ഊർജമാണ് ശ്രീ ആനന്ദകുമാറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും വാർത്തെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. ഈ മഹാപ്രസ്ഥാനം, ഈ സ്ഥാപനം, ഇത് ഉയർന്നു വന്നതിൻ്റെ കഥാകഥനം ഞങ്ങളിങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രുചികരമായ സ്നേഹസമ്പൂർണമായ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഷേക്സ്പിയർ ഈ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പുഴവക്കത്ത് കാത്തു നിൽക്കുന്നവരാണ്. there is a tide in the life of every individual. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു തരംഗം വരും. ആ തരംഗം അയാളെ മുന്നോട്ട് നയിക്കും. കവിതയാണ് ചിലപ്പോൾ മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന വലിയൊരു ഘടകം. പക്ഷെ ജീവിതം തന്നെ ഒരു കവിതയാക്കാം. കവിത പോലെ മനസ്സുകളെ ഇണക്കി ചേർക്കുന്ന മറ്റൊന്നുമില്ല. കവിത കേട്ടാൽ ചലിക്കാത്ത ഒരു ഹൃദയമില്ല. പക്ഷേ ജീവിതം തന്നെ ഒരു കാവ്യമായാലോ? അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു മനോഹരമായ കവിത, പ്രകൃതിയിൽ കവിത, പരിസരത്ത് കവിത, വൃക്ഷലതാദികളിൽ, പക്ഷിമൃഗാദികളിൽ, ഇവിടെ ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരുടെ, അവരുടെ സഹജീവികളുടെ വ്യവഹാരങ്ങളിൽ, പാരസ്പര്യങ്ങളിൽ കാവ്യമയം, സർവത്ര കാവ്യമയം. അതാണ് ഞാനിവിടെ കണ്ടത്. I am happy Satya Sai Orphanage Trust has been tirelessly working during the last 24 years for the social, economic, cultural, moral and spiritual development of society through various projects. It is praiseworthy that all services provided by the trust are free of cost and have impacted the lives of millions. हानि के अंधकार में फंसे उन लोगों के सामने जीवन में विश्वास के नए द्वार खोलना, पीड़ा में आराम,
और निराशा में सांत्वना बनना आदि भगवान की कृपा से ही संभव हो सका। സായി ഗ്രാമം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി വരുന്ന ഒരു വിശേഷണം കൂടെ ചേർത്താലോ എന്നാണ്. സായി ഗ്രാമത്തിന് പകരം സായി അത്ഭുത ഗ്രാമം എന്ന് ചേർത്ത് പറയുകയല്ലോ ഒന്നുകൂടെ നല്ലത്. അവിശ്വസനീയമായ രീതിയിൽ ഓരോ കാല് മുമ്പോട്ട് വയ്ക്കുമ്പോഴും വിജയം കൈവരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനം, ഇതുപോലൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ആനന്ദ്കുമാർ എന്ന അത്ഭുത പ്രതിഭ ഈ നാട്ടിന് ഒരു അഭിമാനം തന്നെയാണ്. ഇത്ര മഹത്തായ കാര്യങ്ങൾ, ഇത്ര വിപുലമായ കാര്യങ്ങൾ എൻ്റെ ശിഷ്യൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു, എനിക്ക് ആനന്ദകുമാറിനെ പോലെ ഒരു ശിഷ്യനുണ്ട് എന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ്. പരമാർത്ഥമായ പരിശുദ്ധി ഉണ്ട് ഇതിനകത്ത്. വേറെ ഒരു താല്പര്യമില്ലല്ലോ, ഒരു താല്പര്യം ഇന്നുവരെ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത് അത്രയും പവർഫുൾ ആകുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പരിശുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ തീവ്രത ഇത്രയും ഗംഭീരമാകുന്നത്. श्री सत्य साई ट्रस्ट हजारों लोगों की सद्भावना और अच्छे संस्थानों की समय पर सहायता और अप्रत्याशित अवसरों द्वारा निर्देशित होता है। सेवा के इस साहसिक कार्य में साथ आए हजारों मानव प्रेमियों को प्रत्यक्ष दिव्य प्रेम के सामने नमन करता हूँ। भगवान श्री सत्य साई बाबा के शब्द, जब मैं तुम्हारे पास हूँ तो क्या डर। भगवान श्री सत्य साई बाबा के यही शब्द हमें हमेशा प्रेरित करते रहते हैं। सांत्वना की यात्रा जारी है।